ശാന്തി. 11/3/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് കുട്ടികളായ നിങ്ങളെ സുഖത്തിൻ്റെയും സ്വസ്ഥതയുടെയും ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി. സ്വസ്ഥത ഉണ്ടായിരിക്കുന്നത് ശാന്തിധാമത്തിലും സുഖധാമത്തിലുമാണ്. ചോദ്യം: ഈ യുദ്ധമൈതാനത്തിൽ മായ ഏറ്റവും ആദ്യം യുദ്ധം ചെയ്യുന്നത് ഏത് കാര്യത്തിലാണ്? ഉത്തരം: നിശ്ചയത്തിൽ. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ നിശ്ചയം ഇല്ലാതാക്കുന്നു, അതിനാൽ തോറ്റുപോകുന്നു. സർവരുടെയും ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനായ ബാബ നമുക്ക് ശ്രീമത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ആദിമധ്യ അന്ത്യത്തിൻ്റെ നോളജ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഉറച്ച നിശ്ചയം അഥവാ ഉണ്ടായിരിക്കുമെങ്കിൽ ഒരിക്കലും മായയോട് തോൽക്കുക സാധ്യമല്ല. ഗീതം. ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും. ഓം ശാന്തി. എവിടേക്കെങ്കിലും കൊണ്ടുപോകൂ എന്ന് ആരോടാണോ പറയുന്നത്? എങ്ങനെ കൊണ്ടുപോകും? ഇത് ലോകത്തിൽ ആരും അറിയുന്നില്ല. ബ്രാഹ്മണ കുലഭൂഷണരായ നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് അറിയുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇദ്ദേഹത്തിൽ ആര് പ്രവേശിച്ചിരിക്കുന്നുവോ ആ ഒന്ന് നമ്മളെ തൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒന്ന് സർവരുടെയും ദുഃഖം ഹരിച്ച് സർവരെയും സുഖദായി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ബാബ കൽപ്പകൽപ്പങ്ങളിൽ വരുന്നു, എല്ലാവർക്കും ശ്രീമത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കറിയാം, ബാബയും അതുതന്നെ, നമ്മളും അതുതന്നെ. കുട്ടികളായ നിങ്ങൾക്ക് ഈ നിശ്ചയം ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് കുട്ടികളെ സുഖധാമത്തിലേക്കും ശാന്തിധാമത്തിലേക്കും കൊണ്ടുപോകുന്നതിനായി. പക്ഷേ മായ നിശ്ചയം വരുത്തുവാൻ അനുവദിക്കുന്നില്ല. സുഖധാമത്തിൽ പോയിക്കൊണ്ടിരിക്കവേ പിന്നെ തോൽപ്പിക്കുന്നു. ഇത് യുദ്ധമൈതാനമാണല്ലോ. ആ യുദ്ധം നടക്കുന്നത് ബാഹുബലത്തിൻ്റേതാണ്, ഇത് യോഗബലത്തിൻ്റേതാണ്. യോഗബലം വളരെ പ്രസിദ്ധമാണ്. അതിനാൽ എല്ലാവരും യോഗം യോഗം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ യോഗം ഒരേ ഒരു തവണ പഠിക്കുന്നു, പിന്നെ അവരെല്ലാം അനേകം പ്രകാരത്തിലുള്ള ഹഠയോഗം പഠിപ്പിക്കുന്നു. ബാബ എങ്ങനെയാണ് വന്ന് യോഗം പഠിപ്പിക്കുന്നത് എന്ന് അവർക്കറിയില്ല. അവർക്ക് പ്രാചീന യോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്നുണ്ട്, ഇത് അതേ ബാബയാണ് രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒന്നിനെ ഓർമ്മിക്കുന്നു, ഹേ പതീത പാവന, വരൂ. സ്വസ്ഥത ഉണ്ടായിരിക്കുന്ന അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുപോകൂ. സ്വസ്ഥത ഉള്ളത് തന്നെ ശാന്തിധാമത്തിലും സുഖധാമത്തിലുമാണ്. ദുഃഖധാമത്തിൽ സ്വസ്ഥത എവിടെ നിന്നും വരുവാനാണ്? സ്വസ്ഥതയില്ല. അതിനാലാണ് ഡ്രാമയനുസരിച്ച് ബാബ വരുന്നത്. ഇത് ദുഃഖധാമമാണ്. ഇവിടെ ദുഃഖം തന്നെ ദുഃഖമാണ്. ദുഃഖത്തിൻ്റെ പർവ്വതം വീഴാൻ പോകുന്നു. എത്ര തന്നെ ധനികനായിക്കൊള്ളട്ടെ അഥവാ എന്തുമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ദുഃഖം തീർച്ചയായും ബാധിക്കുന്നു. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ മധുരമായ ബാബയോടൊപ്പം ഇരിക്കുകയാണ്. ആ ബാബ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഡ്രാമയുടെ രഹസ്യത്തെയും ഇപ്പോൾ നിങ്ങൾ അറിയുന്നു. ബാബ ഇപ്പോൾ വന്നിരിക്കുകയാണ്, നമ്മളെ കൂടെ കൊണ്ടുപോകും. ബാബ നമ്മൾ ആത്മാക്കളോട് പറയുന്നു, കാരണം ആ ഒന്ന് നമ്മൾ ആത്മാക്കളുടെ പിതാവാണല്ലോ. ആ ഒന്നിനെക്കുറിച്ച് തന്നെയാണ് മഹിമയുള്ളത്. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു. ശാന്തിധാമത്തിൽ എല്ലാ ആത്മാക്കളും ഒരുമിച്ചിരിക്കുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. ബാക്കി അവിടെ അവശേഷിക്കുന്ന കുറച്ചു പേരാരാണോ അവരും മുകളിൽ നിന്നും താഴെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ബാബ എത്ര കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു.
വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നു. വളരെ സഹജമായ കാര്യമാണ്. സർവരുടെയും സുഖദാതാവും ശാന്തിദാതാവുമായ ബാബ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ എത്ര കുറച്ചുപേരാണുള്ളത്? പതുക്കെ പതുക്കെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ബാബയോട് ഗുപ്ത സ്നേഹമുണ്ട്. എവിടെ കഴിഞ്ഞാലും നിങ്ങളുടെ ബുദ്ധിയിലുണ്ടായിരിക്കും ബാബ മധുബനിൽ ഇരിക്കുകയാണ്. ബാബ പറയുന്നു, എന്നെ അവിടെ മൂലവതനത്തിൽ ഓർമ്മിക്കൂ. നിങ്ങളുടെയും നിവാസസ്ഥാനം അവിടെയാണ്. അപ്പോൾ തീർച്ചയായും ബാബയെ ഓർമ്മിക്കും. ആ ഒന്നിനെക്കുറിച്ച് നീ മാതാവും പിതാവുമാണ് എന്ന് പറയുന്നു. ആ ഒന്ന് തീർച്ചയായും ഇപ്പോൾ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുവാൻ വന്നിരിക്കുകയാണ്. രാവണൻ നിങ്ങളെ പതീതവും തമോ പ്രധാനവുമാക്കി. ഇപ്പോൾ സദോ പ്രധാനവും പാവനവുമാകണം. പതീതർക്ക് എങ്ങനെ പോകുവാൻ സാധിക്കും? പവിത്രം തീർച്ചയായും ആകേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ പോലും സദോ പ്രധാനമല്ല. ഇത് തമോ പ്രധാന ലോകമാണ്. ഇത് മനുഷ്യരുടെ തന്നെ കാര്യമാണ്. മനുഷ്യരുടെ കാര്യത്തിൽ തന്നെയാണ് സദോ പ്രധാനം, സദോ രജോ തമോയുടെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നത്. ബാബ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇതാണെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങൾ ആത്മാക്കൾ തൻ്റെ വീട്ടിലായിരുന്നു. അവിടെയാണെങ്കിൽ എല്ലാം പാവന ആത്മാക്കളാണ് നിവസിക്കുന്നത്. അപവിത്രമായവർക്ക് നിവസിക്കാൻ സാധിക്കില്ല. അതിൻ്റെ നാമം തന്നെ മുക്തിധാമം എന്നാണ്. ഇപ്പോൾ ബാബ നിങ്ങളെ പാവനമാക്കി അയക്കുന്നു. പിന്നെ നിങ്ങൾ പാർട്ട് അഭിനയിക്കുന്നതിനായി സുഖധാമത്തിൽ വരുന്നു. സതോ രജോ തമോയിൽ നിങ്ങൾ വരുന്നു. വിളിക്കുകയും ചെയ്യുന്നു, ബാബ എവിടെയാണോ സ്വസ്ഥതയുള്ളത് നമ്മളെ അവിടേക്ക് കൊണ്ടുപോകൂ. സാധു സന്യാസിമാർ തുടങ്ങി ആർക്കും തന്നെ സ്വസ്ഥത എവിടെ ലഭിക്കും എന്നത് അറിയില്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, സുഖത്തിൻ്റെയും ശാന്തിയുടെയും സ്വസ്ഥത നമുക്ക് എവിടെയാണ് ലഭിക്കുക എന്നത്. ബാബ ഇപ്പോൾ നമുക്ക് 21 ജന്മത്തേക്ക് വേണ്ടി സുഖം നൽകുന്നതിനായി വന്നിരിക്കുന്നു. പിന്നെ ആരാണോ പിന്നാലെ വരുന്നത് അവർക്കേവർക്കും മുക്തി നൽകുവാൻ വന്നിരിക്കുന്നു. ആരാണോ വൈകി വരുന്നത് അവർക്ക് പാർട്ട് തന്നെ കുറച്ചേ ഉണ്ടായിരിക്കൂ. നിങ്ങളുടെ പാർട്ടാണ് ഏറ്റവും വലുത്. നിങ്ങൾക്കറിയാം, നമ്മൾ 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ച് ഇപ്പോൾ പൂർത്തിയാക്കി. ഇപ്പോൾ ചക്രം പൂർത്തിയാകുന്നു. മുഴുവൻ പഴയ വൃക്ഷവും പൂർത്തിയാകേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഗുപ്ത ഗവൺമെൻറ് ദൈവിക വൃക്ഷത്തിൻ്റെ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. അവരാണെങ്കിൽ കാട്ടുചെടികളുടെ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ബാബ മുള്ളുകളിൽ നിന്നും മാറ്റി ദൈവിക പുഷ്പങ്ങളുടെ വൃക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതും ഗവൺമെൻറ്റാണ്, ഇതും ഗുപ്ത ഗവൺമെൻറ്റാണ്. അവർ എന്തു ചെയ്യുന്നു, ഇവർ എന്തു ചെയ്യുന്നു, വ്യത്യാസം നോക്കൂ എത്രമാത്രമാണുള്ളത്. അവർ യാതൊന്നും മനസ്സിലാക്കുന്നില്ല. വൃക്ഷങ്ങളുടെ തൈ നട്ടുകൊണ്ടിരിക്കുന്നു. ആ കാട്ടുവൃക്ഷങ്ങൾ അനേകം പ്രകാരത്തിലുള്ളവയുണ്ട്. ചിലർ ഒരു തരത്തിലുള്ള തൈ നടുന്നു, ചിലർ മറ്റൊന്ന്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ ബാബ വീണ്ടും ദേവത ആക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സദോ പ്രധാന ദേവതയായിരുന്നു. പിന്നെ 84ൻ്റെ ചക്രം കറങ്ങി തമോ പ്രധാനം ആയിരിക്കുന്നു. ആരെങ്കിലും സദാ സദോ പ്രധാനമായിരിക്കുക ഇങ്ങനെ സംഭവിക്കുന്നതേയില്ല. ഓരോ വസ്തുവും പുതിയതിൽ നിന്നും പിന്നെ പഴയതാകുന്നു. നിങ്ങൾ 24 കാരറ്റ് സ്വർണമായിരുന്നു. ഇപ്പോൾ 9 കാരറ്റ് സ്വർണ്ണാഭരണം ആയിരിക്കുകയാണ്. വീണ്ടും 24 കാരറ്റ് ആകേണ്ടതുണ്ട്. ആത്മാക്കൾ ഇങ്ങനെ ആയിരിക്കുകയാണല്ലോ. സ്വർണം എങ്ങനെയാണോ അതേപോലെയായിരിക്കും ആഭരണം. ഇപ്പോൾ എല്ലാവരും കറുത്ത് ഇരുണ്ട നിറമുള്ളവരായിരിക്കുന്നു. മാനം കാക്കുന്നതിനു വേണ്ടി കറുപ്പ് എന്ന വാക്ക് പറയാതെ കൃഷ്ണവർണം എന്ന് പറയുന്നു. ആത്മാവ് സദോ പ്രധാനവും പ്യോറും ആയിരുന്നു. പിന്നെ എത്ര മാലിന്യം ചേർന്നു. ഇപ്പോൾ വീണ്ടും പ്യോർ ആകുന്നതിനായി ബാബ യുക്തിയും പറഞ്ഞു തരുന്നു. ഇതാണ് യോഗാഗ്നി. ഇതിലൂടെ തന്നെയാണ് നിങ്ങളുടെ മാലിന്യം മാറിപ്പോകുന്നത്.
ബാബയെ ഓർമ്മിക്കണം. ബാബ സ്വയം പറയുന്നു, എന്നെ ഇപ്രകാരം ഓർമ്മിക്കൂ, പതീത പാവനൻ ഞാനാകുന്നു. നിങ്ങളെ അനേകം തവണ ഞാൻ പതീതത്തിൽ നിന്നും പാവനമാക്കി. ഇതും നിങ്ങൾ മുൻപ് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇന്ന് നമ്മൾ പതീതമാണ്, നാളെ വീണ്ടും പാവനമാകും. അവരാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്നെഴുതി മനുഷ്യരെ ഘോര അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടു. ബാബ വന്ന് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മളെ ആരാണ് പഠിപ്പിക്കുന്നത്? ജ്ഞാനസാഗരവും പതീത പാവനുമായ ബാബ, ആ ഒന്ന് സർവരുടെയും സദ്ഗതി ദാതാവാണ്. മനുഷ്യർ ഭക്തിമാർഗത്തിൽ എത്ര മഹിമ പാടുന്നു, പക്ഷേ അതിൻ്റെ അർത്ഥം ഒന്നും തന്നെ അറിയുന്നില്ല. സ്തുതിക്കുന്നു, അപ്പോൾ എല്ലാം കൂട്ടിക്കലർത്തി ചെയ്യുന്നു. മധുരം കൂട്ടിക്കലർത്തുന്നത് പോലെ ആര് എന്ത് പഠിപ്പിച്ചുവോ അത് മനഃപാഠമാക്കി. ഇപ്പോൾ ബാബ പറയുന്നു, എന്തെല്ലാം പഠിച്ചുവോ ആ എല്ലാ കാര്യങ്ങളും മറന്നേക്കൂ. ജീവിച്ചിരിക്കെ എൻ്റേതാകൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുമ്പോഴും യുക്തിയോടെ നടക്കണം. ഓർമ്മിക്കേണ്ടത് ഒരു ബാബയെ തന്നെയാണ്. അവരുടേത് ഹഠയോഗമാണ്. നിങ്ങൾ രാജയോഗിയാണ്. വീട്ടിലുള്ളവർക്കും ഇങ്ങനെയുള്ള ശിക്ഷണം നൽകണം. നിങ്ങളുടെ പെരുമാറ്റം കണ്ട് ഇങ്ങനെ ഫോളോ ചെയ്യണം. ഒരിക്കലും പരസ്പരം അടിയും വഴക്കും കൂടരുത്. അഥവാ അടി കൂടുകയാണെങ്കിൽ മറ്റുള്ളവരെല്ലാം എന്തു വിചാരിക്കും? ഇവരിൽ വളരെയധികം ക്രോധമുണ്ട്. നിങ്ങളിൽ ഒരു വികാരവും ഉണ്ടായിരിക്കരുത്. മനുഷ്യരുടെ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ് ബയോസ്കോപ്പ് അഥവാ സിനിമ. ഇത് ഒരു നരകം പോലെയാണ്. അവിടെ പോകുമ്പോൾ തന്നെ ബുദ്ധി ഇല്ലാതായി പോകുന്നു. ലോകത്തിൽ എത്രമാത്രം മലിനതയാണ്! ഒരു ഭാഗത്ത് ഗവൺമെൻറ് നിയമം പാസാക്കുന്നു, 18 വയസ്സിനുള്ളിൽ ആരും വിവാഹം കഴിക്കരുതെന്ന്. എന്നിട്ടും അനേകം വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മടിയിൽ കുട്ടിയെ ഇരുത്തി വിവാഹം കഴിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ ഈ മോശമായ ലോകത്തിൽ നിന്നും കൊണ്ടുപോകുന്നു, നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. ബാബ പറയുന്നു, നഷ്ടോ മോഹ ആയി മാറോ, കേവലം എന്നെ ഓർമ്മിക്കൂ. കുടുംബ പരിവാരത്തിലിരിക്കവേ എന്നെ ഓർമ്മിക്കൂ. അല്പം പ്രയത്നിക്കുമ്പോഴാണ് വിശ്വത്തിൻ്റെ അധികാരിയാകുന്നത്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, ആസുരീയ ഗുണങ്ങൾ ഉപേക്ഷിക്കൂ. ദിവസവും രാത്രിയിൽ തൻ്റെ കണക്കെടുക്കൂ. ഇത് നിങ്ങളുടെ വ്യാപാരമാണ്. ഈ വ്യാപാരം വിരളം പേരെ ചെയ്യുകയുള്ളൂ. ഒരു സെക്കൻഡിൽ ദരിദ്രനിൽ നിന്നും കിരീടധാരിയാക്കി മാറ്റുന്നു. ഇത് ഇന്ദ്രജാലമാണല്ലോ. ഇങ്ങനെ ഇന്ദ്രജാലക്കാരൻ്റെ കൈ പിടിക്കേണ്ടതാണ്. ആ ഒന്ന് നമ്മളെ യോഗബലത്തിലൂടെ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നു. രണ്ടാമത് ആർക്കും ആക്കുവാൻ സാധിക്കില്ല. ഗംഗയിലൂടെ ആർക്കും പാവനമാകുവാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങളിൽ ഇപ്പോൾ എത്രമാത്രം ജ്ഞാനമുണ്ട്! നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ബാബ വീണ്ടും വന്നിരിക്കുന്നു. ദേവിമാരുടെയും എത്ര ചിത്രവും മറ്റും ഉണ്ടാക്കുന്നു. അവർക്ക് ആയുധങ്ങൾ നൽകി ഭയങ്കരമാക്കി മാറ്റിയിരിക്കുന്നു. ബ്രഹ്മാവിനും എത്ര കൈകൾ നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബ്രഹ്മാവിൻ്റെ ഭുജങ്ങൾ ലക്ഷങ്ങളായിരിക്കും. ഇത്രയും ബ്രഹ്മകുമാർ കുമാരിമാരേവരും ബാബയുടെ ഉൽപ്പത്തിയാണല്ലോ. അപ്പോൾ പ്രജാപിത ബ്രഹ്മാവിന് ഇത്രയും ഭുജങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ രൂപ് ബസന്താണ്. നിങ്ങളുടെ വായിൽ നിന്നും സദാ രത്നങ്ങൾ വരേണ്ടതാണ്. ജ്ഞാനരത്നങ്ങളല്ലാതെ മറ്റൊരു കാര്യവുമില്ല. ആർക്കും ഈ രത്നങ്ങളുടെ വാല്യൂ കൽപ്പിക്കാൻ സാധിക്കില്ല. ബാബ പറയുന്നു, മന്മനാഭവ, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ ദേവതയാകും. ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. രാത്രി ക്ലാസ് 11:03:68.
നിങ്ങളുടെ അടുക്കൽ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി വലിയ വലിയ വ്യക്തികൾ വരുന്നു. അവർ കേവലം മനസ്സിലാക്കുന്നത് ഇത്രമാത്രമാണ്: ഭഗവാനെ നേടുന്നതിനായി ഇവർ ഈ നല്ല വഴി കണ്ടെത്തിയിരിക്കുന്നു. ഏതുപോലെ ഭഗവാന്റെ പ്രാപ്തിക്ക് വേണ്ടി സത്സംഗവും മറ്റും ചെയ്യുന്നുവോ, വേദം പഠിക്കുന്നുവോ, അതേപോലെ ഇവരും ഈ ഒരു വഴി സ്വീകരിച്ചിരിക്കുകയാണ്. ബാക്കി ഇവരെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. കേവലം നല്ല കർമ്മം ചെയ്യുന്നു, പവിത്രതയുണ്ട്, ഭഗവാനുമായി ചേർക്കുന്നു. ഈ ദേവിമാർ നല്ല വഴി കണ്ടെത്തിയിരിക്കുകയാണ്. ഇത്രമാത്രം. ആരെ കൊണ്ടാണോ ഉദ്ഘാടനം നടത്തിക്കുന്നത് അവർ സ്വയം വളരെ ഉയർന്നവരാണെന്ന് വിചാരിക്കുന്നു. ചില വലിയ വലിയ വ്യക്തികൾ ബാബയെക്കുറിച്ച് വിചാരിക്കുന്നു, ഏതോ മഹാപുരുഷനാണ്, അദ്ദേഹവുമായി പോയി കണ്ടുമുട്ടാം. ബാബ പറയുന്നു, ആദ്യം ഫോം ഫിൽ ചെയ്യിക്കൂ. ആദ്യം കുട്ടികളായ നിങ്ങൾ അവർക്ക് ബാബയുടെ പൂർണ്ണ പരിചയം നൽകൂ. പരിചയമില്ലാതെ വന്ന് എന്തു ചെയ്യുവാനാണ്? ശിവ് ബാബയുമായി കണ്ടുമുട്ടാൻ സാധിക്കുന്നത് ആദ്യം പൂർണ്ണ നിശ്ചയം ഉണ്ടാക്കുമ്പോഴാണ്. തിരിച്ചറിവില്ലാതെ കണ്ടുമുട്ടിയിട്ട് എന്തു ചെയ്യുവാനാണ്? ചില ധനികർ വരുന്നുണ്ട്. അവർ വിചാരിക്കുന്നു, നമ്മൾ ഇവർക്ക് എന്തെങ്കിലും നൽകട്ടെ എന്ന് കരുതുന്നു. ദരിദ്രരാകട്ടെ 1 രൂപ നൽകുന്നു, ധനികർ 100 രൂപ നൽകുന്നു. ദരിദ്രരുടെ 1 രൂപ വാല്യൂബിൾ ആകുന്നു. ആ ധനികർക്ക് എപ്പോഴെങ്കിലും ഓർമ്മയുടെ യാത്രയിൽ യഥാർത്ഥ രീതിയിൽ ഇരിക്കാൻ സാധിക്കില്ല. അവർക്ക് ആത്മാഭിമാനിയാകാൻ സാധിക്കില്ല. ആദ്യം പതീതത്തിൽ നിന്നും പാവനം എങ്ങനെയാണ് ആകേണ്ടത് അത് എഴുതി നൽകണം. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആകേണ്ടതുണ്ട്. ഇതിൽ പ്രേരണയുടെയും മറ്റും കാര്യമേ ഇല്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ തുരുമ്പ് നീങ്ങട്ടെ. എക്സിബിഷനും മറ്റും കാണുവാൻ വരുന്നു. എന്നാൽ വീണ്ടും 2-3 തവണ വന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ വിചാരിക്കണം, ഇവർക്ക് അമ്പ് അല്പം ഏറ്റിട്ടുണ്ട്. ദേവതാധർമ്മത്തിലേതാണ്. ഇവർ ഭക്തി നന്നായി ചെയ്തിട്ടുണ്ട്. ചിലർക്ക് നന്നായി തോന്നുന്നു, പക്ഷേ ലക്ഷ്യം പിടികിട്ടിയില്ല എങ്കിൽ അവർ എന്തിനു കൊള്ളാം? ഇത് കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. ഡ്രാമ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയിലൂടെ മനസ്സിലാക്കുന്നു എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. നിങ്ങളുടെ ബുദ്ധിയിൽ ചക്രം ചലിച്ചുകൊണ്ടിരിക്കുന്നു, റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആര് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അത് തന്നെ ചെയ്യുന്നു. ബാബ ആരിൽ നിന്നെങ്കിലും സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ആ ഒന്നിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ സെൻറ്റേഴ്സും മറ്റും തുറക്കുന്നു. ധനം ഉപയോഗത്തിൽ വരുന്നു. എപ്പോഴാണോ നിങ്ങളുടെ പ്രഭാവമുണ്ടാകുന്നത് പിന്നെ ധനം കൊണ്ട് എന്തു ചെയ്യുവാനാണ്? മുഖ്യമായ കാര്യമാണ് പതീതത്തിൽ നിന്നും പാവനമാവുക എന്നത്. അത് വളരെ പ്രയാസമുള്ളതാണ്. ഇതിൽ മുഴുകണം. നമുക്ക് ബാബയെ ഓർമ്മിക്കണം. റൊട്ടി കഴിക്കണം, ബാബയെ ഓർമ്മിക്കണം. ആദ്യം നമ്മൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടണം എന്ന് മനസ്സിലാക്കും. നമ്മൾ ആത്മാക്കളാണ്. ആദ്യം ഇത് ഉറപ്പിക്കണം. ഇങ്ങനെയുള്ള ആരെങ്കിലും വരണം. അപ്പോൾ തീവ്രമായി ഓട്ടം ഓടാൻ സാധിക്കും. വാസ്തവത്തിൽ കുട്ടികളായ നിങ്ങൾ മുഴുവൻ വിശ്വത്തെയും യോഗബലത്തിലൂടെ പവിത്രമാക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് എത്രമാത്രം ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. മുഖ്യമായ കാര്യം തന്നെ പവിത്രതയുടേതാണ്. ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പവിത്രവും ആകേണ്ടതുണ്ട്, സ്വച്ഛമായും ഇരിക്കണം. ഉള്ളിൽ മറ്റൊരു കാര്യവും ഓർമ്മയുണ്ടായിരിക്കാൻ പാടില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, അശരീരി ഭവ. ഇവിടെ നിങ്ങൾ പാർട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും അവരവരുടെ പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. ഈ നോളജ് ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഏണിപ്പടിയെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. രാവണ രാജ്യം തന്നെ പതീതമാണ്. രാമരാജ്യമാണ് പാവനം.
വീണ്ടും പതിതത്തിൽ നിന്നും പാവനം എങ്ങനെയാകും? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രമണം ചെയ്യണം. ഇതിനെ തന്നെയാണ് വിചാരസാഗര മഥനം എന്ന് പറയുന്നത്. 84ന്റെ ചക്രം ഓർമ്മ വരണം. ബാബ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർമ്മിക്കൂ. ഇതാണ് ആത്മീയ യാത്ര. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ആ ഭൗതിക യാത്രകളിലൂടെ കൂടുതൽ വികർമ്മം ഉണ്ടാകുന്നു. പറയൂ, ഇത് രക്ഷാ കവചമാണ്. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാ ദുഃഖവും അകന്നു പോകും. രക്ഷാകവചം ധരിക്കുന്നത് തന്നെ ദുഃഖം അകലുന്നതിന് വേണ്ടിയാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് നൈറ്റ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നഷ്ടോ മോഹ ആയി ബാബയെ ഓർമ്മിക്കണം. കുടുംബ പരിവാരത്തിലിരിക്കവേ വിശ്വത്തിൻ്റെ അധികാരി ആകുന്നതിനായി പ്രയത്നിക്കണം. അവഗുണങ്ങൾ ഉപേക്ഷിക്കണം. തൻ്റെ പെരുമാറ്റം എല്ലാവരും കണ്ട് ഫോളോ ചെയ്യും വിധത്തിലുള്ളതാക്കണം. ഒരു വികാരവും ഉള്ളിൽ ഉണ്ടായിരിക്കരുത്. ഇത് പരിശോധിക്കണം. വരദാനം: ഡബിൾ സേവനത്തിലൂടെ അലൗകിക ശക്തിയുടെ സാക്ഷാത്കാരം നൽകുന്ന വിശ്വ സേവാധാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബയുടെ സ്വരൂപം തന്നെ വിശ്വ സേവകൻ്റേതാണ്, അതേപോലെ താങ്കളും ബാബയ്ക്ക് സമാനം വിശ്വ സേവാധാരിയാണ്. ശരീരത്തിലൂടെ സ്ഥൂല സേവനം ചെയ്യുമ്പോഴും മനസ്സുകൊണ്ട് വിശ്വപരിവർത്തനത്തിൻ്റെ സേവനത്തിൽ തൽപരരായിരിക്കൂ. ഒരേ സമയത്ത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുമിച്ച് സേവനമുണ്ടാകണം. ആരാണോ മനസ്സായും കർമ്മണായും രണ്ട് സേവനവും ഒരുമിച്ച് ചെയ്യുന്നത്, അവരെ കാണുന്നവർക്കും അനുഭവവും സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. ഇവർ ഏതോ അലൗകിക ശക്തിയാണ്. അതിനാൽ ഈ അഭ്യാസത്തെ നിരന്തരവും നാച്ചുറലുമാക്കൂ. മനസ്സാ സേവനത്തിനു വേണ്ടി വിശേഷിച്ച് ഏകാഗ്രതയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. സ്ലോഗൻ: സർവരെ പ്രതിയും ഗുണം ഗ്രഹിക്കുന്നവരാകൂ, എന്നാൽ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യൂ. അവ്യക്ത സൂചന: സത്യതയും സഭ്യതയും ആകുന്ന കൾച്ചർ സ്വായത്തമാക്കൂ. ഇപ്പോൾ സ്വച്ഛതയുടെയും നിർഭയതയുടെയും ആധാരത്തിലൂടെ സത്യതയിലൂടെ പ്രത്യക്ഷത ഉണ്ടാക്കൂ. വായിലൂടെ സത്യതയുടെ അതോറിറ്റി സ്വതവേ തന്നെ ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാക്കും. ഇപ്പോൾ പരമാത്മാ ബോംബിലൂടെ അഥവാ സത്യമായ ജ്ഞാനത്തിലൂടെ ഭൂമിയെ പരിവർത്തനപ്പെടുത്തൂ. ഇതിനുള്ള സഹജ ഉപാധിയാണ് സദാ വായിലും സങ്കല്പത്തിലും നിരന്തരം മാലയ്ക്ക് സമാനം പരമാത്മാ സ്മൃതി ഉണ്ടായിരിക്കട്ടെ. സർവരുടെയും ഉള്ളിൽ ഒരേ ഒരു ഈണമുണ്ടാകണം: എൻ്റെ ബാബ. സങ്കല്പത്തിലും കർമ്മത്തിലും വാക്കിലും ഈ അഖണ്ഡ ഈണമുണ്ടാകണം. ഈ അജപാജപം ഉണ്ടാകട്ടെ. എപ്പോഴാണോ ഈ അജപാജപം ഉണ്ടാകുന്നത്, അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും സ്വതവേ തന്നെ സമാപ്തമായിക്കൊള്ളും. ഓം ശാന്തി. ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യ ശക്തിയായ ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. ശാന്തിയാകുന്ന എൻ്റെ സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശക്തി സ്വരൂപ ആത്മാവാണ്. സ്വരാജ്യ അധികാരി ആത്മാവാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. ദേഹമാകുന്ന രഥത്തിൻ്റെ സാരഥിയാണ്. മസ്തകമധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും തരംഗങ്ങൾ
നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. ഞാൻ പ്രകാശ സ്വരൂപമായ ആത്മാവ് പ്രകാശ ശരീരധാരിയായി സ്ഥിതി ചെയ്യുന്നു. ഈ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്ത് ഞാൻ അവ്യക്ത ലോകത്തിൽ സ്മൃതിയുടെ ശക്തിയിലൂടെ എത്തിച്ചേരുന്നു. ഈ അവ്യക്ത ദേശത്തിൽ അവ്യക്ത ബാപ് ദാദയുടെ സന്മുഖത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ബാപ് ദാദയുടെ വരദാനി ദൃഷ്ടി എന്നിൽ പതിയുന്നു. ദൃഷ്ടിയിലൂടെ സംതൃപ്തനാക്കുന്ന ബാപ് ദാദയുടെ സകാശ് ലഭിക്കുമ്പോൾ ഞാൻ സമ്പന്ന സ്ഥിതി അനുഭവിക്കുന്നു. ഇപ്പോൾ ഞാൻ നിരാകാര സ്വരൂപം ധാരണ ചെയ്യുന്നു. ഈ സ്വരൂപം ധാരണ ചെയ്യുമ്പോൾ സഹജമായി നിരാകാരി ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ സൈലൻസിൻ്റെ ലോകത്തിൽ സർവശക്തിവാനായ ശിവ ബാബയുടെ സമീപം ബാബയുടെ ഏക സ്മൃതിയിൽ ഏകാഗ്രചിത്തമായി സ്ഥിതി ചെയ്യുന്നു. സംഗമയുഗത്തിൻ്റെ വിശേഷ വരദാനമായ ഈ പരമാത്മാ കൂടിക്കാഴ്ചയുടെ ശ്രേഷ്ഠ അനുഭവങ്ങളിൽ ലയിച്ചു ചേരുമ്പോൾ ഈശ്വരീയ ശക്തികളുടെയും ദൈവിക ഗുണങ്ങളുടെയും സഹജ പ്രാപ്തി എനിക്കുണ്ടാകുന്നു. പരമാത്മാവുമായുള്ള ഈ സർവശ്രേഷ്ഠ കൂടിക്കാഴ്ചയുടെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ ധന്യതയിൽ സമ്പന്ന അവസ്ഥയിൽ ദേഹമാകുന്ന രഥത്തിലേക്ക് ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു.